കുഞ്ഞു പിണക്കങ്ങളും സന്തോഷങ്ങളും പങ്കിട്ട് പതിവ് പോലെ അന്നും സ്കൂളിൽ നിന്നവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ അറിഞ്ഞിരുന്നില്ല അതൊരു മടക്കമില്ലാത്ത യാത്രയാണെന്ന്. കണ്ണടച്ചു തുറക്കും മുമ്പാണ് എല്ലാം സംഭവിച്ചത്. ഒരു പിടി സ്വപ്നങ്ങളുമായി ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണപ്പോഴാണ് പെട്ടെന്ന് ആ വലിയ ശബ്ദം കേൾക്കുന്നത്. പിന്നീട് കേരളത്തെയാകെ കണ്ണീർ കടലിലാഴ്ത്തിയ വാർത്തയാണ് നാം കേൾക്കുന്നത്. ദുരന്തം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും കിട്ടിയത് ചെളിയിൽ പൂണ്ട ജീവനറ്റ 166ഓളം ശരീരങ്ങളാണ്. അതിൽ പകുതിയും തിരിച്ചറിയാനാകാത്തതും ശരീരഭാഗങ്ങൾ അറ്റുപോയതും. എങ്ങും കേൾക്കുന്നത് നിലവിളികളും പ്രാർത്ഥനകളും മാത്രം. എല്ലാ കണ്ണുകളും തേടുന്നത് ജീവനോടെയുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാത്ത തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും. ക്ഷണനേരം കൊണ്ട് തങ്ങളുടെ ജീവിതം മാറിമറിയുമെന്ന് അവരും കരുതി കാണില്ല. ദുരന്തമുഖത്ത് നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരയുമ്പോൾ അവരും ഒരു നിമിഷം സംശയിച്ചേക്കാം, ഇത് തങ്ങളുടെ നാട് തന്നെയാണോ എന്ന്. അവരെപ്പോലെ നമുക്കും തോന്നാം, ഇത് നമ്മുടെ നാട് തന്നെയാണോ എന്ന്. കാരണം മഴയുടെ സംഹാരതാണ്ഡവത്തിന്റെ സൃഷ്ടിയിൽ മറഞ്ഞുപോയത് ഒരു നാടും അതിന്റെ ഭൂപ്രകൃതിയുമാണ്. മറ്റുള്ള വിദ്യാലയങ്ങളെപ്പോലെ ഓണപ്പരീക്ഷയ്ക്കും ഓണാഘോഷങ്ങൾക്കുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു വെള്ളാർമല GGHSSും അവിടെയുള്ള വിദ്യാർത്ഥികളും. പക്ഷേ ഇനി അതൊന്നുമില്ല. രണഭൂമി പോൽ അവിടെ അവശേഷിക്കുന്നത് കുറെ ചേതനയേറ്റ മനുഷ്യ ശരീരങ്ങളും മഴയുടെ സംഹാരത്തിൽ ശേഷിപ്പായി മാറിയ കുറെ പാറക്കല്ലുകളും ചെളിയും മലവെള്ളപ്പാച്ചിലും മാത്രമാണ്. പൂക്കളമൊരുക്കാൻ ഇനി ആ സ്കൂൾ അങ്കണമില്ല. ഊനാലിടാൻ ഇനി അവിടെ മരങ്ങളില്ല. കൂടെ പഠിച്ച കൂട്ടുകാരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നതും നിശ്ചയമില്ല. എങ്ങും കേൾക്കുന്നത് ആളുകളുടെ നിലവിളികളും ആംബുലൻസ് സൈറനുകളും മാത്രം. ഇനി ആകെ അവരുടെ ജീവിതത്തിലുള്ളത് പോയ കാലത്തിന്റെ കുറേയധികം നല്ല നിമിഷങ്ങളും വരാനിരിക്കുന്ന കാലത്തിന്റെ തയ്യാറെടുപ്പുകളുമാണ്. പോയ കാലത്തിന്റെ നല്ല നിമിഷങ്ങൾ അവരെപ്പോലെ തന്നെ നമുക്കും ഇനി അറിയാൻ ബാക്കിയാക്കി വെച്ചത് ഒരു സ്മൃതിഗാനമാണ്. ഉണ്ണികൃഷ്ണൻ എഴുതി ഉണ്ണികൃഷ്ണനും അഫ്രിനും ഏഞ്ചലും ചേർന്ന് ആലപിച്ച ഗാനം ഇതിനോടകം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതായിരുന്നു ഈ നാട്. ഒരുപക്ഷെ ഈ ദുരന്തം നല്ലൊരു നാളേക്കുള്ള പ്രച്ഛന്നവേഷമാകാം. മഹാപ്രളയത്തെയും കോവിഡ് മഹാമാരിയെയും ഒരുമിച്ച് കൈകോർത്ത് തോൽപ്പിച്ച് നമുക്ക് ഈ ദുരന്തവും അതിജീവിക്കാൻ കൈകോർക്കാം.